വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കുളിക്കുന്നുണ്ടാവും. എന്നാൽ ആ കുളിക്കുന്ന സമയവും കുളിക്കുന്ന രീതിയും ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ ഒരു നേരം മാത്രം കുളിക്കുന്നവരും രാവിലെയും വൈകിട്ടുമായി 2 നേരം കുളിക്കുന്നവരും 2-ലധികം നേരം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഇടനേരങ്ങളിലോ കുളിക്കുന്നവരായി പലരും ഉണ്ടാവും. എന്നാൽ രാവിലെയും വൈകിട്ടും കുളിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും പലപ്പോഴും ഏർലി മോർണിംഗ്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സ്ഥിരമായി കുളിക്കുന്നവരിൽ പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ ഇത് ഇടയാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിൽ ശരീരത്തിനൊരു കുളിർമയായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഏകദേശം 7 മണിക്ക് ശേഷമുള്ള കുളി, ഇത് ശരീരത്തിൽ വെള്ളാംശം കൂടുതലായിട്ട് റീറ്റെയിൻ ചെയ്യാനും അത് നീർക്കെട്ടുകളും മയോഫേഷ്യേറ്റീസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കാരണമാകാറുണ്ട്. അത്തരക്കാർ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഒരു ഊഷ്മാവ് ഭൂമിയിലോട്ട് വരുന്ന സമയത്ത്, അതായത് രാവിലെ ഒരു 7 മണിക്ക് ശേഷവും വൈകുന്നേരം ഒരു 7 മണിക്ക് മുമ്പായിട്ട് വേണം നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ കുളിക്കുന്ന രീതി എന്ന് പറയുന്നത് പലരും ചെയ്യുന്നത് പല രീതിയിലാണ്. നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് ശരിക്കും തലയിൽ വെള്ളം ഒഴിച്ച് തുടങ്ങണം എന്നുള്ളതാണ്. പല തരത്തിലുള്ള ശാസ്ത്രങ്ങൾ പല രീതിയിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നുണ്ടെങ്കിൽ പോലും തലയിൽ വെള്ളം ഒഴിച്ച് കുളിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തലയുടെ പിൻഭാഗത്തായിട്ടാണ് വെള്ളം ആദ്യമായിട്ട് ഒഴിക്കേണ്ടത്. ആ രീതിയിൽ ചെയ്യുന്ന പക്ഷം നമ്മുടെ ശരീര ഊഷ്മാവിനെ ഇരച്ചുള്ള നമ്മുടെ തലച്ചോറിലോട്ടുള്ള കയറ്റം ഒഴിവാക്കാനും തലച്ചോറിനെ ആദ്യം തന്നെ തണുപ്പിച്ച് മറ്റ് അവയവങ്ങളിലേക്ക് ആ തണുപ്പ് പകരാനും അത് സഹായിക്കുന്നു. നേരെ വിപരീതമായി പലരും കാലാദ്യം നനച്ച് തുടങ്ങാറുണ്ട്. അത്തരത്തിൽ ചെയ്യുന്ന പക്ഷം കാലിൽ നിന്നും മറ്റുമുള്ള ശരീരത്തിലെ ഊഷ്മാവ് മേളിലോട്ട് കയറി തലച്ചോറിലോട്ട് വരുന്നത് തലച്ചോറിന് പലതരത്തിലുള്ള ആഘാതം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ് കുളിക്കുമ്പോൾ ആദ്യം തലയുടെ പിൻഭാഗത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് വേണം കുളിക്കാൻ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടലുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ വേദനകൾക്കും ആശ്വാസം ഉണ്ടാവുന്നതായി കണക്കാക്കാൻ പറ്റും. ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.